നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ പൂരാട നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണ് എന്ന് പരിശോധിച്ചു നോക്കാം. മീനശനി മിഥുന വ്യാഴം 1201 ആണ്ട് മേടമാസം 1 തീയതി ഉദയാദി 5:47 വിനാഴികയ്ക്ക് ചതയം നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നിക്കരണവും ശുഭ്രനാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം കുംഭക്കൂറിൽ എടവ ലഗ്നത്തിൽ ജലഭൂതോദ്ഭവത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. അപ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലപ്രകാരം അനുകൂലമായിരിക്കുന്ന കുറേ ഗുണഫലങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ദോഷമുണ്ട്. എന്താ ദോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവ് വർദ്ധിക്കാനും വരുമാനത്തിൽ കുറവുണ്ടാകാനുമുള്ള യോഗമാണ് കാണുന്നത്. 10 രൂപ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 15 രൂപ ചിലവ് വരുന്ന ഒരവസ്ഥയാണ്. ചിലവ് വർദ്ധിക്കും. അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ചിലവഴിക്കാനായിട്ട്. പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചും അതേപോലെ തന്നെ സേവ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് വേണം ചിലവഴിക്കാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തികമായ കുറച്ച് ഞെരുക്കം ഈ വർഷത്തിൽ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ശൂലശൽക്കങ്ങളിൽ അന്ത്യശൽക്കമാണ്. അപ്പോൾ അന്ത്യശൽക്കം ആയത് ജനങ്ങളുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകാനായിട്ട് സാധിക്കും. ഇപ്പോൾ തൊഴിലെടുക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ, സഹപ്രവർത്തകർക്ക് നല്ല സ്വഭാവം, നമ്മളോട് നല്ല സ്നേഹം, സഹായം, സഹകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. ഗവൺമെൻറ്റിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ ഉണ്ടാവും. അത് കാരണം കൊണ്ട് ലോൺ പോലെയുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ടും എന്തെങ്കിലും പേപ്പറിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നൊരു ഗുണമാണുള്ളത്. ഇപ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2 ദോഷമാണുള്ളത്. ഒന്ന് കണ്ടകശനിയുടെ ദോഷം. 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിൽക്കേണ്ട അവസ്ഥ വരിക. വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ വിദേശയാത്ര അല്ലെങ്കിൽ വീട് വിട്ട് അന്യദേശത്ത് പോകാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഗുണമുണ്ട്. എന്നാലും കണ്ടകശനി ദോഷമായത് കാരണം കൊണ്ട് അതിന് പരിഹാരം ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, എള്ളുപായസം കഴിപ്പിക്കുന്ന ക്ഷേത്രങ്ങളുടെ എള്ളുപായസം കഴിപ്പിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ജൂൺ മാസത്തിൽ വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം വരുന്നത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ വർഷത്തിൽ എന്തായാലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പൂരാട നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.